Last conversation, hyperbola. Let us see what is hyperbola. It is our conic. And we have noticed that when this alpha and beta are same, the cutting figure is obtained as a parabola, and between these values up to 90 degree figure is ellipse, and when beta attains at 90 degree the cutting figure is what? A circle. And we can move the cursor to the left side. It is ellipse, parabola. Then what happens? Again to left side, what happens is this type of symbol. Okay, so this is what? A hyperbola. A hyperbola means this is a hyperbola. There is two parabolas. Okay, two parabola ഉണ്ടാവും. റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് അപ്പർ ഓർ ബോട്ടം രണ്ട് പരാബോള ഉണ്ടാവും. അപ്പോൾ അതിനാണ് നമ്മളിത് പറയുക ഹൈപ്പർബോള എന്ന് പറയും. അപ്പോൾ ഇതുപോലെ അത് കട്ട് ചെയ്യും, ഇങ്ങനെ സൈഡിലേക്ക് കൂടെ കട്ട് ചെയ്ത് പോകും. പ്ലെയിൻ വെച്ചാൽ പ്ലെയിൻ ഇങ്ങനെ കട്ടായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പരാബോള കിട്ടും, ഇപ്പുറത്തൊരു പരാബോള കിട്ടും. അപ്പോൾ ഇങ്ങനെ പരാബോള കിട്ടേണ്ട കണ്ടീഷൻ എന്താണ്? ഹിയർ ബീറ്റ ഈസ് ലെസ് ദാൻ ആൽഫ. ബീറ്റ ആൽഫനേക്കാൾ ലെസ് ആണ്. അപ്പോഴാണ് ഈ രണ്ട് ടൈപ്പ് പരാബോള ഉണ്ടാവുക. ഈ ഫിഗറിൻ്റെ പേരാണ് ഹൈപ്പർബോള. ഓക്കെ, സോ വി ക്യാൻ ഡിസ്കസ് മോർ അബൌട്ട് ഹൈപ്പർബോള. അപ്പോൾ ആക്കണ ഒരു പരാബോള ഇതാണ്, മറ്റേ പരാബോള ഇതാണ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഓക്കെ, ഈ എക്സ് ആക്സിസ് ഇതാണ് എക്സ് ആക്സിസ്. അപ്പോൾ ഫ്രം ഹിയർ ടു ഹിയർ എ, ഇവിടെ ബി ആണ്, ഇവിടെ ബി ഉണ്ട്. ഓക്കെ, ഇത് ബി ആണ്. എ, ഈ പോയിന്റ് ബി. സോ യു റീഡ് ദിസ് ആസ് ബി. ഫ്രം എ ടു ബി നമ്മൾ പറയുന്നത് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയും. ട്രാൻസ്വേഴ്സ് ആക്സിസ്. അതുപോലെ ഈ ആക്സിസ് ആണ് കോൺജുഗേറ്റ് ആക്സിസ് എന്ന് പറയും. കോൺജുഗേറ്റ് ആക്സിസ്. ഓക്കെ, അതാണ് മനസ്സിലാക്കാം. So there are two vertices A and B. What is A? മുമ്പ് പറഞ്ഞ പോലെ -A0, ഇത് +A0. പിന്നെ ഇപ്പുറം ഒരു പോയിന്റാണ് F1 ഫോക്കസ് -C0 +C0, and this hyperbola is passing through a point PXY. This is center of the hyperbola. പിന്നെ ഹൈപ്പർബോളയുടെ ബേസിക് കണ്ടീഷൻ, നിങ്ങൾ ഈ PF1 മെഷർ ചെയ്യുക, എന്നിട്ട് PF2 മെഷർ ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. PF1 - PF2 കിട്ടുന്ന ആൻസർ ഈ ആൻസർ ആയിരിക്കും. ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ആൻസർ ആയിരിക്കും 2A. അപ്പോൾ അതാണ് കണ്ടീഷൻ. PF1 - PF2 = 2A. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഈ പ്രൂഫൊന്നും പരീക്ഷയ്ക്ക് വരുമൊന്നുമില്ല, അത് ഒന്നിൻ്റെ വരില്ല. പരാബോള, എലിപ്സ്, ഹൈപ്പർബോള ഒന്നും വരില്ല, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഇക്വേഷൻ കിട്ടുന്ന ആ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി. PF1 - PF2 = 2A. What is PF1? PF1 additions formula √(x2 - x1) whole square, that is x minus c whole square plus y minus 0 whole square minus PF2 x minus √(x - c whole square plus y minus 0 whole square equal to 2A. അപ്പോൾ എലിപ്സ് ചെയ്ത പോലെ x plus c whole square plus y square root ഉണ്ട്, minus √(x - c whole square plus y square equal to 2A. ഇത് ഇപ്പുറത്തെ കൊണ്ടുപോയത്. സോ 2A plus √(x - c whole square plus y square വരും. then squaring on both sides. അപ്പോൾ ഈ റൂട്ടൊക്കെ പോകും. അപ്പോൾ എന്താവും? എക്സ് പ്ലസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ റൂട്ട് സ്ക്വയർ ചെയ്തു. അപ്പോൾ ഈ റൂട്ട് പോയി എക്സ് പ്ലസ് സി ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ 2A ഹോൾ സ്ക്വയർ 4A സ്ക്വയർ പ്ലസ് 2 × 2A × √(x - c whole square plus y square പ്ലസ് ബി സ്ക്വയർ √(x - c whole square plus y square ഹോൾ സ്ക്വയർ. ഓക്കെ, A plus B whole square A square plus 2AB plus B square plus Y square ഉണ്ട്. ഇവിടെ 4A square plus 4A √(x - c whole square plus y square plus ഈ റൂട്ട് പോയി. ഓക്കെ, അപ്പോൾ y square ക്യാൻസൽ ചെയ്ത് ബാക്കി എഴുതി x square plus 2xc plus c square equal to 4A square plus 4A √(x - c whole square plus y square
പ്ലസ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ് സ്ക്വയർ മൈനസ് 2xc പ്ലസ് സി സ്ക്വയർ. എക്സ് സ്ക്വയർ കട്ടാവും, സി സ്ക്വയർ കട്ടാവും, ബാക്കിയുള്ളത് 2xc ഉണ്ട്. ഇവിടെ -2xc ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും 4xc ആവും, ഈക്വൽ ടു 4a സ്ക്വയർ പ്ലസ് 4a റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അത്ര മാത്രം. Then from each term we can cancel 4 കട്ടായി. So xc is equal to a square plus a in root of x minus c whole square plus 5 square. xc ഇത് ഇപ്പുറം കൊണ്ടുവന്നാൽ മൈനസ് എ xc ഈ a സ്ക്വയർ ഇപ്പുറം കൊണ്ടുവന്നാൽ xc മൈനസ് a സ്ക്വയർ ഈക്വൽ ടു a റൂട്ട് ഓഫ് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. ഓക്കെ, തിരിച്ചെഴുതാം. a into root of x minus c whole square plus 5 square is equal to xc minus a square. Again squaring, 1 സ്ക്വയർ ചെയ്യുമ്പോൾ ഹോൾ സ്ക്വയർ കൂടെ ഹോൾ സ്ക്വയർ കൂടെ. ഓക്കെ, ദെൻ എ സ്ക്വയർ ഇൻറ്റു ഇത് എ സ്ക്വയർ ആവും, ഈ റൂട്ട് പോകും. എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ ഈക്വൽ ടു ഇത് എ മൈനസ് ബി ഹോൾ സ്ക്വയറിൻ്റെ ഫോർമുല എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇതിങ്ങനെ വന്നു. ഓക്കെ, എക്സ് സി ഹോൾ സ്ക്വയർ മൈനസ് 2xc ഇൻറ്റു എ പ്ലസ് എ സ്ക്വയറിൻ്റെ സ്ക്വയർ എ റെസ്റ്റ് 4 ആവും. ഇത് എക്സ് മൈനസ് സി ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ എ മൈനസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ മൈനസ് 2xc പ്ലസ് സി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ. അപ്പോൾ ഇതുപോലെ എഴുതി എക്സ്പാൻഷൻ എ എക്സ് സ്ക്വയർ മൈനസ് 2a സ്ക്വയർ എക്സ് സി പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ അങ്ങനെ എഴുതി. കട്ടാവേണ്ടത് കട്ടായി പോയി. അപ്പോൾ ഇത് കട്ടായി. ബാക്കി ഉള്ളത് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ റൈസ് ടു 4. ഓക്കെ, എ സ്ക്വയർ എക്സ് സ്ക്വയർ ഇതിപ്പോൾ കൊണ്ടുവന്നാൽ മൈനസ് എക്സ് സ്ക്വയർ സി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു എ റൈസ് ടു 4. ഇതിപ്പുറം കൊണ്ടുപോയി മൈനസ് എ സ്ക്വയർ സി സ്ക്വയർ. From here we can take x square outside. So a square minus c square plus a square y square equal to, from here a square minus c square a square outside എടുക്കുക, a square minus c square ആവും. അപ്പം ഇത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് നോക്കണം. c square minus a square equal to b square. എലിപ്സിൽ പോലെ ചെറിയ മാറ്റമുണ്ട്. c square minus a square equal to b square. So c square minus a squareന് b square എന്ന് കൊടുക്കുക. ഇത് പഠിച്ചു നോക്കുക. ഇവിടെ a square minus c square എന്നുള്ളത് ഇത് തിരിച്ചെഴുതിയാൽ c square minus a square എന്നാവും. അപ്പോൾ നെഗറ്റീവ് വരും. ഇതുപോലെ നെഗറ്റീവ് വരും. അപ്പോൾ മൈനസ് എക്സ് സ്ക്വയർ ബി സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വൈ സ്ക്വയർ ഈക്വൽ ടു മൈനസ് എ സ്ക്വയർ ബി സ്ക്വയർ. അപ്പോൾ സി സ്ക്വയർ മൈനസ് എ സ്ക്വയറിന് ബി സ്ക്വയർ എന്ന് കൊടുത്തു. ഫുള്ള് നമുക്ക് സിമ്പിൾ ചേഞ്ച് ആക്കാം. അപ്പോൾ എക്സ് സ്ക്വയർ ബി സ്ക്വയർ ഇത് മൈനസ് ആവും, എ സ്ക്വയർ വൈ സ്ക്വയർ ഇത് പ്ലസ് ആവും, എ സ്ക്വയർ ബി സ്ക്വയർ ഫുൾ സിമ്പിൾ ചേഞ്ച് ആക്കി. അപ്പോൾ മൈനസ് ഉള്ളത് പ്ലസ് ആവും, പ്ലസ് ഉള്ളത് മൈനസ് ആവും. എ സ്ക്വയർ ബി സ്ക്വയറും ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയർ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ ബി സ്ക്വയർ. ഇത് കട്ടായി 1 ആവും, എ സ്ക്വയർ കട്ടാവും, സോറി ബി സ്ക്വയർ കട്ടാവും. സോ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഇസ് എ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഫോർ ദ പരാബോള. മനസ്സിലായോ? അപ്പോൾ ഇതിൽ എക്സ് സെറ്റ് ചെയ്യേണ്ട ഫോർമുല സി ബൈ എ. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? സി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇത്ര വരാണ് സി. സി ബൈ എ ഇത്ര. അപ്പോൾ സി ആണ് വലുത്, എ ചെറുതാണ്. അപ്പോൾ സി ബൈ എ എന്ന് വെച്ചാൽ 1 കൂടുതലായിരിക്കും. അപ്പോൾ ഫോർ എ ഹൈപ്പർബോള എക്സെൻട്രിസിറ്റി ഈസ് സി ബൈ എ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. പല എലിപ്സിൽ അത് ലെസ് ദാൻ 1 ആയിരുന്നു. അപ്പോൾ അതാണ് കണ്ടീഷൻ. ഇനിയിപ്പോൾ കണ്ടത് ബി സ്ക്വയർ ഈക്വൽ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ആ ബി സ്ക്വയർ ബി, ഈ ബി വാല്യൂ ആണ് ഇവിടെ വരുന്നത്. കോൺജുഗേറ്റ് ആക്സിസിലാണ് ബി വരുന്നത്. ഫോക്കൈ പ്ലസ് ഓർ മൈനസ് സി 0, വെർട്ടിസസ് പ്ലസ് എ പ്ലസ് ഓർ മൈനസ് എ 0, സെൻറ്റർ 0 0 ഒക്കെ സെയിം ആണ്. ട്രാൻസ്വേഴ്സ് ആക്സിസ് നമ്മൾ കണ്ടു 2a. ഇതാണ് ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഇത്രയാണ് കോൺജുഗേറ്റ് ആക്സിസ്. ഓക്കെ, 2b. ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടം എലിപ്സിനെ പോലെ തന്നെയാണ് 2b സ്ക്വയർ ബൈ എ. ഇഫ് ഹൈപ്പർബോള ഈസ് ഓഫ് ദ ഫോം ഇങ്ങനെയാണെങ്കിലോ, അപ്പോൾ നമ്മൾ കണ്ട ഹൈപ്പർബോള ഇതുപോലെയായിരുന്നു. ഇനി ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം മാറും. ഫോക്കൈ എഫ് 0 പ്ലസ് ഓർ മൈനസ് സി, വെർട്ടിസസ് പ്ലസ് എ പ്ലസ് 0 പ്ലസ് ഓർ മൈനസ് എ. ഇക്വേഷൻ എന്താവും? വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. ഇതാണ് നോക്കി വെക്കേണ്ടത്. വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു 1. അപ്പോൾ ഇതിൽ എയും ബി ഏത് വലുത് ചെറുതല്ല, ഇങ്ങനെ കിട്ടുവാണെങ്കിൽ ഇതാണ് എൻ്റെ ഇക്വേഷൻ. വൈ സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. Find the coordinates of the foci and the vertices, the eccentricity, the length of the lateral spectrum of the hyperbola x square by 9 minus y square by 16 is equal to 1. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഫോർമുല തന്നെയാണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 3 സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ 4 സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 ഫോർമുല വരും. അപ്പോൾ എന്താവും? എ എന്ന് പറഞ്ഞാൽ 3 ആവും,
ബി എന്ന് പറഞ്ഞാൽ ഫോം. അപ്പോൾ ചെറുത് വലുതല്ല, ഈ ഫോം മാത്രമേ നോക്കുന്നുള്ളൂ. എലിപ്സിൽ അങ്ങനെയല്ല. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മേജർ ആക്സസ് മൈനർ ആക്സസ് ആണ്. ഇപ്പോൾ ഇതിൽ മേജർ മൈനർ എന്ന് പറയാത്തതുകൊണ്ട് ആ പ്രശ്നമില്ല. ട്രാൻസ്വേഴ്സ് ആണ് കോൺജുഗേറ്റ് ആക്സസ്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. സോ എ ഇസിക്കൽ 3, ബി ഇസിക്കൽ 4. പിന്നെ നമ്മൾ ഫോമിൽ എന്താ ബി സ്ക്വയർ ഇക്കൽ ടു സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ സി ഇസിക്കൽ ടു 5 കിട്ടും. ഇപ്പോൾ എ ബി ആൻഡ് സി ആർ ഒബ്റ്റൈൻഡ്. വാട്ട് ഇസ് ഫോക്കൈ? എഫ് പ്ലസ് ഓർ മൈനസ് സി 0 അല്ലേ? ഇത് നമ്മുടെ സാധാരണ ഫോം തന്നെയാണ്. ഈ ഫോമല്ല, ഈ ക്വസ്റ്റൻ ഈ ഫോമല്ല, ബട്ട് ഈ ഫോമാണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 5 സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇക്കൽ ടു 1. അപ്പോൾ എന്തായാലും ഫോക്കൈ പ്ലസ് ഓർ മൈനസ് സി 0 പ്ലസ് ഓർ മൈനസ് 5 0 വെർട്ടിസസ് പ്ലസ് ഓർ മൈനസ് എ 0 പ്ലസ് ഓർ മൈനസ് 3 0 എക്സെൻട്രിസിറ്റി സി ബൈ 5/3. ഇത് കട്ടാക്കിയാൽ 1 പോയിന്റ് സംതിങ് വരും. അപ്പോൾ ഹൈപ്പർ ബോളിൽ എപ്പോഴും എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടം 2b സ്ക്വയർ ബൈ എ, ദാറ്റ് ഇസ് 32/3. അനദർ ക്വസ്റ്റൻ y സ്ക്വയർ മൈനസ് 16 x സ്ക്വയർ ഈക്വൽ ടു 16. അപ്പോൾ ഇതിന് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബൈ 16 അപ്പോൾ y സ്ക്വയർ ബൈ 4 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 സ്ക്വയർ ഈക്വൽ ടു 1 വരും. സെക്ഷൻ കട്ടാകുമ്പോൾ അപ്പോൾ y സ്ക്വയർ ബൈ 4 സ്ക്വയർ, y സ്ക്വയർ ബൈ 2 സ്ക്വയർ, ഓക്കെ, y സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു 1. സോ എ ഇസിക്കൽ ടു 4, ബി ഇസിക്കൽ ടു 4. അപ്പോൾ ഇതാണ് നമ്മുടെ മറ്റേ ഈ ഫോം, അപ്പർ ആൻഡ് ഡൗൺ വരുന്ന ഫോം. y സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു 1. സോ എ ഇസിക്കൽ 4, ബി ഇസിക്കൽ ടു 1. ഓക്കെ, ദെൻ ഫോർമുലയിൽ സി കാണാം, ദാറ്റ് ഇസ് റൂട്ട് ഓഫ് 70. പിന്നെ ബാക്കിയെല്ലാം കാണാം. ഫോക്കായി എഫ് 0, പ്ലസ് ഓർ മൈനസ് സി. അപ്പോൾ 0, പ്ലസ് ഓർ മൈനസ് 17 വെർട്ടിസസ് എ 0, പ്ലസ് ഓർ മൈനസ് എ. അപ്പോൾ അത് വന്നു എക്സെൻട്രിസിറ്റി റൂട്ട് 17/4. അപ്പോൾ ഇതും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ലാറ്റർ സെക്ടർ കണ്ടുപിടിക്കാം. ഓക്കെ, then find the coordinates of the foci and the vertices, the eccentricity and the length of the lateral spectrum of the hyperbola 49 y square minus 16 x square equals 784. അപ്പോൾ എലിപ്സിൽ ചെയ്ത പോലെ തന്നെ ഇതിൽ 784 ഫുള്ളിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇത് 1 ആകുമല്ലോ. അപ്പോൾ y സ്ക്വയർ ബൈ ഇങ്ങനെ വരും ഇസിക്കൽ ടു 1. അപ്പോൾ ഈ 49 മുകളിൽ വരും, ഓർ ഡിവൈഡ് ചെയ്യാം, പിന്നെ മുകളിൽ പോകേണ്ട ആവശ്യമില്ല. y സ്ക്വയർ ഡിവൈഡ് ബൈ ഇത് കട്ടാക്കിയ 16 മൈനസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 49 ഇസിക്കൽ ടു 1. So y square divided by 4 square minus s square divided by 7 square is equal to 1. This is for the form y square divided by a square minus s square by b square is equal to 1. So a is equal to 4, b is equal to 7. ഇപ്പോൾ ഫോർമുല സി കണ്ടുപിടിക്കാം. ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഫോക്കസ് 0 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 65 വരും. വെർട്ടിസസ് 0 പ്ലസ് ഓർ മൈനസ് 4 വരും. എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 തന്നെ വരും. ലെങ്ത് ഓഫ് ലാറ്റർ സെക്ടം അങ്ങനെ കിട്ടും. ഓക്കെ, and find the equation of the hyperbola with foci 0, plus or minus root 10 and passing through 2, 3. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് മനസ്സിലാവും y സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇക്വൽ ടു 1 ആണ് ഫോർമുല. സോ സിയുടെ വാല്യൂ റൂട്ട് 10 എന്ന് കിട്ടും. പാസ് ത്രൂ 2, 3. അപ്പോൾ എക്സിന് 2 കൊടുക്കുക, എക്സിന് 2 കൊടുക്കുക, വൈക്ക് 3 എടുക്കുക. ഇവിടെ 2, ഇവിടെ 3 കൊടുക്കുക. അപ്പോൾ അതാവും എക്സിന് 2 കൊടുത്തു, വൈക്ക് 3 കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫോർമുലയിൽ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇക്വൽ ടു ബി സ്ക്വയർ ഫോർമുലയിൽ 10 എ സ്ക്വയർ 10 മൈനസ് എ സ്ക്വയർ ഇക്വൽ ടു ബി സ്ക്വയർ അപ്പോൾ അവിടെ ആക്കി വെക്കാം. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ 3 സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ബൈ 10 മൈനസ് എ സ്ക്വയർ ഇക്വൽ ടു 1. അപ്പോൾ 3 സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ ബി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 10 മൈനസ് എ സ്ക്വയർ ഇക്വൽ ടു 1. ദാറ്റ് ഇസ് 9 ബൈ എ സ്ക്വയർ മൈനസ് 4 ബൈ 10 മൈനസ് എ സ്ക്വയർ ഇസ് ഇക്വൽ ടു 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 9 into 10 minus a square equal to 4 into a square divided by ഇത് equal to 1. ഇത് അപ്പുറം കൊണ്ടുപോയി. സോ 9 into 10 90 minus 9 a square minus 4 a square is equal to a square into 10 minus a square, that is 10 a square minus a raised to 4. ഇത് കട്ടാക്കി ഇങ്ങനെ വന്നു 90 minus 13 a square. So 90 minus 13 a square minus 10 a square equal to minus a raised to 4 ഇവിടെ. So 90 minus ഇത് ചെയ്താൽ 23 a square minus 23 a square equal to minus a raised to 4. ഇപ്പോൾ കൊടുത്താൽ പ്ലസ് a raised to 4 ആവും. സ്റ്റൈലാക്കി ഇതാദ്യം എഴുതാം. a raised to 4 minus 23 a square plus 90 equals 0. What is a raised to 4? a raised to 4 means a square or square. ബാക്കി നമ്മൾ എഴുതി. For our convenience a square എന്ന് കാണുമ്പോൾ k എന്ന് കൊടുക്കുക, ഒരു സൗകര്യത്തിന് വേണ്ടി. a square equal to k. അപ്പോൾ എന്താ k square minus 23k plus 90 equals 0. അപ്പോൾ a square കാണുമ്പോൾ k കൊടുത്തു. ഇപ്പോൾ നമ്മൾ 10th നമ്മൾ കോംപ്ലക്സ് നമ്പറിലൊക്കെ പഠിച്ച പോലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. k square minus 23k plus 90 equals 0. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇന്ന ഫോർമുല
k കാണുന്ന ഫോർമുല -b + or - b² - 4ac / 2a. സോ b എന്ന് പറഞ്ഞാൽ -23, a എന്ന് പറഞ്ഞാൽ ഇവിടെ 1, c 90 ആണ്. അപ്പം -b -23 + or - b² -23 whole square -4 × a 1 ആണ് × c 90 ആണ് / 2 × a. 2 മൈനസ് പ്ലസ് ആവും. 23 + or - √5 29 - 360 / 2 23 + or - √169/2 ചെയ്താൽ അങ്ങനെ we have obtained k as 18,5. k ആരാണ്? k means a². ഇപ്പോൾ a² 18 കിട്ടാം, അല്ലെങ്കിൽ a² 5 കിട്ടാം. ഇപ്പോൾ a = √18 or a = √5. ഹൈപ്പർബോളയിൽ നമുക്കറിയാം എക്സെൻട്രിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് സി ഇപ്പോൾ വലുതാവണം, a ചെറുതാവണം അല്ലേ. അപ്പോൾ ഇവിടെ എ കിട്ടിയത് 2 ആൻസർ ഉണ്ട്. ഇപ്പോൾ എത്രയാണ് സി കിട്ടിയത്? വാട്ട് ഈസ് സി ഹിയർ? സി √10 ആണ്. അപ്പോൾ സി √10 ആണ്. അപ്പോൾ എ അതിൽ ചെറുതാണ്. സോ ഇത് വേണ്ട, ഇത് മാത്രം മതി. a = √5. ഓക്കെ. സോ അവർ ഇക്വേഷൻ c² - a² = b², b = √5 കിട്ടി. സോ ഇക്വേഷൻ സ്മാർട്ട് y² / a² - x² / a² = 1. സോ y² / √5 whole square - x² / √5 whole square = 1. That is y² / 5 - x² / 5 is equal to 1. So that is all about the chapter coding sections.